നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്റ്റോയിനിസ് തല്ലി തകർത്തു. ഋതുരാജിന്റെ സെഞ്ചുറി പാഴായ മത്സരത്തിൽ ചെന്നൈയെ വീണ്ടും തോൽപ്പിച്ച് ലക്നൗ. തകർപ്പൻ സെഞ്ചുറിയുമായി മാർക്ക് സ്റ്റോയിനിസ് കളം നിറഞ്ഞതോടെ IPL പോരാട്ടത്തിൽ ചെന്നൈക്കെതിരെ ലക്നൌവിന് 6 വിക്കറ്റിന്റെ ജയം. IPL ആവേശ പോരാട്ടത്തിൽ ചെന്നൈ വീണുടഞ്ഞു. സ്വന്തം തട്ടകത്തിൽ തോൽവി ഏറ്റുവാങ്ങി ചെന്നൈ. തകർപ്പൻ സെഞ്ചുറിയുമായി മാർക്ക് സ്റ്റോയിനിസ് കളം നിറഞ്ഞതോടെ IPL പോരാട്ടത്തിൽ ചെന്നൈക്കെതിരെ ലക്നൌവിന് 6 വിക്കറ്റിന്റെ ജയം. 63 പന്തിൽ 124 റൺസാണ് സ്റ്റോയിനിസ് അടിച്ചുകൂട്ടിയത്. 6 സിക്സും 13 ഫോറും ഉൾപ്പെടെ ഇന്നിംഗ്സിന് ലക്നൌവിന്റെ നെടും തൂണായി. സ്കോർ: ചെന്നൈ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ്. ലക്നൌ 19 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 213. മറുപടി ബാറ്റിംഗിനായി ഇറങ്ങിയ ലക്നൌ നിരയിൽ നിക്കോളാസ് പുരാൻ 34, ദീപക് ഹൂഡ 17, KL രാഹുൽ 16, ദേവദത്ത് പടിക്കൽ 13 എന്നിവരും മികച്ച പ്രകടനമായിരുന്നു. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെ ബാറ്റിംഗ് കരുത്തിൽ ലക്നൌവിന് 211 റൺസ് വിജയലക്ഷ്യമാണ് ചെന്നൈ കുറിച്ചത്. 60 പന്തിൽ നിന്ന് 108 റൺസുമായി പുറത്താകാതെ നിന്ന ഗെയ്ക്വാദിനെ അതേ നാണയത്തിൽ മറുപടി നൽകി സ്റ്റോയിനിസ് വിജയം സ്വന്തമാക്കി. ചെന്നൈ നിരയിൽ 27 പന്തിൽ നിന്ന് 66 റൺസുമായി ശിവം ദുബെ ക്യാപ്റ്റന് പിന്തുണ നൽകി. നേരിട്ട് ഏക ബോൾ ബൗണ്ടറിയിലേക്ക് പായിച്ച് മുൻ ക്യാപ്റ്റൻ MS ധോണിയും പങ്കുചേർന്നു. രവീന്ദ്ര ജഡേജ 16, ഡാരിയൽ മിച്ചൽ 11, അജിൻക്യ രഹാനെ 1 എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ സമ്പാദ്യം. 4 ഓവറിൽ 28 റൺസ് വിട്ടുകൊടുത്ത മാറ്റ് ഹെൻറി, 4 ഓവറിൽ 50 റൺസ് വഴങ്ങിയ മോസിൻ ഗാൽ, 4 ഓവറിൽ 47 റൺസ് വിട്ടുകൊടുത്ത യാഷ് താക്കൂർ എന്നിവർ ലക്നൌവിനായി ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. 4 ഓവറിൽ 35 റൺസ് വിട്ടുകൊടുത്ത മദീഷ പതിരാന ചെന്നൈക്കായി 2 വിക്കറ്റ് വീഴ്ത്തി. മുസ്താഫിസുർ റഹ്മാനും ദീപക് ചാഹറും ഓരോ വിക്കറ്റ് വീതവും നേടി. ലക്നൌവുമായുള്ള കഴിഞ്ഞ കളിയുടെ കടം വീട്ടാൻ ഉറച്ചാണ് ചിദംബരം സ്റ്റേഡിയത്തിൽ ചെന്നൈ ടീം ഇറങ്ങിയതെങ്കിലും നിരാശരായാണ് മടങ്ങുന്നത്. ടോസ് നേടിയ ലക്നൌ ഫീൽഡിങ്ങിന് തെരഞ്ഞെടുത്തതോടെ ചെന്നൈ ബാറ്റിംഗ് വെടികെട്ടിന് തിരികൊളുത്തി. എന്നാൽ മറുപടി ബാറ്റിംഗിൽ സ്റ്റോയിനിസ് കത്തിക്കയറിയതോടെ ചെന്നൈയുടെ ആരാധക മഞ്ഞപ്പട നിരാശരായി. ക്യാപ്റ്റൻസി കൈമാറിയെങ്കിലും ടീമിലെ തന്റെ റോൾ ഇപ്പോഴും മനോഹരമായാണ് ചെന്നൈ സൂപ്പർ കിങ്സ് താരം MS ധോണി കൈകാര്യം ചെയ്യുന്നത്. വിക്കറ്റ് കീപ്പിംഗിലും ബാറ്റിംഗിലെ ഫിനിഷർ റോളിലും 17ാം സീസണിലും തകർത്താടുകയാണ് ചെന്നൈ ആരാധകരുടെ തല. ഈ സീസണിൽ 5 ഇന്നിംഗ്സിൽ മാത്രമാണ് ധോണി ബാറ്റിംഗിന് ഇറങ്ങിയത്. 255.88 സ്ട്രൈക്ക് റേറ്റിൽ 87 റൺസാണ് താരം നേടിയത്. ഒരിക്കൽ പോലും വിക്കറ്റ് നഷ്ടപ്പെടുത്തിയിട്ടുമില്ല. ഡെത്ത് ഓവറുകളിൽ ഇപ്പോഴും ബോളർമാർക്ക് പേടി സ്വപ്നമായ ധോണിയുടെ മികച്ച ഫോമിന് പിന്നിലെ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചെന്നൈ ടീമിന്റെ ബാറ്റിംഗ് കോച്ച് മൈക്കൽ ഹസി. IPL സീസൺ ആരംഭിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ധോണി പരിശീലനം ആരംഭിച്ചിരുന്നു. വളരെ ആസ്വദിച്ച് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് MS. ഓരോ മത്സരത്തിലും അദ്ദേഹത്തിനെതിരെ വ്യത്യസ്ത പ്ലാനുകളുമായാണ് ബോളർമാർ എത്തുന്നത്. കാരണം 42ാം വയസ്സിൽ മികച്ച ഫിനിഷറായി തുടരുകയാണ് അദ്ദേഹം. ഒരുപക്ഷെ എക്കാലത്തെ മികച്ച ഫിനിഷർ തന്നെയാവും ധോണി. ഓരോ ദിവസം അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കൂടുതൽ കരുത്തുറ്റതാക്കുകയാണെന്ന് ഹസി പറഞ്ഞു. ചൊവ്വാഴ്ച ഹോം ഗ്രൗണ്ടിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടുന്നതിന് മുന്നോടിയായാണ് ഹസി ഇക്കാര്യം പറഞ്ഞത്. സീസണിലെ 8ാം മത്സരത്തിലാണ് ചെന്നൈയും ലക്നൌ ഇറങ്ങിയത്.